8ാമത്തെ മൊഡ്യൂൾ എൻവയോൺമെന്റ് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഇക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റൽ സോഷ്യൽ ഇഷ്യൂസ്, നാച്ചുറൽ റിസോഴ്സസ്, ഇക്കോസിസ്റ്റം ഒക്കെയാണ് ടോപ്പിക്സ്. സോ എൻവയോൺമെന്റ് ആ ഒരു പദം ഫ്രഞ്ച് വേർഡ് എൻവയോൺ വിച്ച് മീൻസ് ടു എൻസർക്കിൾ ഓർ സറൗണ്ട്, അതിൽ നിന്നാണ് എൻവയോൺമെന്റ് എന്നുള്ളൊരു പദം വന്നത്. അപ്പോൾ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ബുക്കായിരുന്നു പബ്ലിക്കേഷൻ ഓഫ് സൈലന്റ് സ്പ്രിംഗ് ബൈ റച്ചൽ കാർസൺ. സെപ്റ്റംബറിൽ 1962 പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊണ്ടുവന്ന ഒരു ബുക്കായിരുന്നു ഇത്. ഈ ബുക്കിന്റെ ഒരു തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് എൻവയോൺമെന്റ്, അതായത് DDT അതിൻ്റെയൊക്കെ ഉപയോഗം കാരണം കൊണ്ട് എൻവയോൺമെന്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ആ ബുക്കിന്റെ ഒരു തീം എന്ന് പറയുന്നത്. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം 1972 ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഈ പരിസ്ഥിതിയെ കുറിച്ച് സംരക്ഷിക്കാനുള്ള പ്രോഗ്രാംസുകൾ അവർ ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു, ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജൂൺ 5 നമ്മൾ വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ വേരിയസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പരിസ്ഥിതിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടുതൽ അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ജൂൺ 5 എല്ലാ വർഷവും നമ്മൾ വേൾഡ് എൻവയോൺമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ജൂൺ 5 സെലക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ എൻവയോൺമെന്റ് കോൺഫറൻസ് സ്റ്റോക്ക്ഹോമിൽ 1972 ജൂൺ 5 അവർ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ഡേയ്സുകളാണ് വേൾഡ് ഫോറസ്റ്റ് ഡേ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, മാർച്ച് 21 അത് പറയുന്നത്. പിന്നെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഉള്ളത്. ഈ ഒരു ഡേറ്റിന്റെ പ്രത്യേകത ദ അഡോപ്ഷൻ ഓഫ് ദ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ് ഓൺ February 2, 1971. കുറച്ച് ഗ്രൂപ്പ് ഓഫ് എൻവയോൺമെന്റലിസ്റ്റ് ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റിന് സൈൻ ചെയ്തു. എവിടെ വെച്ചിട്ടാണ്? റംസാർ കൺവെൻഷൻ ഇൻ ഇറാൻ. വെറ്റ്ലാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അന്നാണ് February 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ എർത്ത് സമ്മിറ്റ്, യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് UNCD റയോ ഡി ജനീറോയിൽ ബ്രസീലിൽ വെച്ചിട്ട് ഒരു വലിയൊരു സമ്മേളനം കൂടി ജൂൺ 3 തൊട്ട് 14 1992 വലിയൊരു സമ്മേളനമാണ് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന സമ്മേളനം. അപ്പോൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കുറെ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെയാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതിനകത്ത് പറയുന്നത് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും വൈൽഡ് ആനിമൽസ് ആണെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻവെന്ററീസ് നേഷൻസിന് കൊടുക്കാനും പിന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, വംശനാശമൊക്കെ നേരിടുന്ന സ്പീഷീസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ആ ഒരു എഗ്രിമെന്റിൽ ഒന്നാമതായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തത് ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കൺവെൻഷൻ എന്ന് പറയും. അതായത് നമ്മളുടെ ഓരോ നേഷൻസിലും ഈ എമിഷൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കാനും, കാരണം ഈ പറയുന്ന ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിങ്ങിന് റിസൾട്ട് ആയിട്ടെന്ന് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു എഗ്രിമെന്റിൽ, ഈ എർത്ത് സമ്മിറ്റ് എഗ്രിമെന്റിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റയോ ഡിക്ലറേഷൻ ലേഡ് ഡൗൺ 27 റൂൾ. അതായത് ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെവലപ്മെന്റ് എൻവയോൺമെന്റലി സൗണ്ടഡ് ആയിരിക്കണം, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതും ഈ ഒരു എഗ്രിമെന്റിൽ പറയുന്നുണ്ട്.
ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇതാണ് അജണ്ട 21. അജണ്ട 21 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഗ്ലോബൽ സ്ട്രാറ്റജീസ് എന്തിനു വേണ്ടി ഫോർ ക്ലീനിങ് അപ്പ് ദ എൻവയോൺമെന്റ് ആൻഡ് എൻകറേജിങ് എൻവയോൺമെന്റലി സൗണ്ട് ഡെവലപ്മെന്റ്. അതായത് എല്ലാ ഗ്ലോബലി കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യണം എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ എൻവയോൺമെന്റലി പരിസ്ഥിതി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോബലായിട്ട് കുറേ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. അതാണ് അജണ്ട 21 പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എർത്ത് സമ്മിറ്റ് വലിയൊരു സമ്മേളനത്തിൽ പറയുന്നത്, എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. അടുത്തത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില പരിസ്ഥിതി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില മൂവ്മെന്റ്സുകളാണ്. ഒന്നാമത്തെയാണ് ചിപ്കോ മൂവ്മെന്റ്. 1970 ചിപ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് എന്നാണ്, ഒട്ടിപ്പിടിക്കുക. എന്തിലും ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് പറയാം. സോ ഒറിജിനലി ചിപ്കോ മൂവ്മെന്റ് 18th സെഞ്ച്വറി രാജസ്ഥാനിലാണ് ആദ്യം. ബിസ്ഹോണോയ് കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു മൂവ്മെന്റ് ഒറിജിനലായിട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഈ ചിപ്കോ മൂവ്മെന്റ് ഒറിജിനലി 18th സെഞ്ച്വറിയിലാണ്, ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് ജോധ്പൂർ മഹാരാജ ഒരു ഓർഡർ ഇറക്കി. അതായത് ബിൻസോയിലുള്ള എല്ലാ ട്രീസിനെയും കട്ട് ചെയ്യണം എന്നുള്ളൊരു ഓർഡറാണ് ആ ഒരു മഹാരാജാവ് ഇറക്കിയത്. പക്ഷേ അമൃത ദേവി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ, 84 വില്ലേജിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ട്രീസിനെ ഇങ്ങനെ കവർ ചെയ്ത്, ചിപ്കോ എന്ന് പറഞ്ഞ സ്റ്റിക്ക് എന്നാണ്, ഒട്ടിയിരിക്കുക. അവിടെ ഒട്ടിയിരുന്നു. എന്തിനാണ്? ഈ ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മഹാരാജാവ് ഇതിനെ വെട്ടിക്കളയാതിരിക്കാനുള്ള ഓർഡറിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഗൻസ്റ്റ് ആയിട്ട് അമൃത ദേവിയുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് നടത്തി. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാരാജാവ് ഒരു ഓർഡർ ഇറക്കി. ബിൻസോയ് വില്ലേജ്, അതായത് ഇവർ ചെയ്ത ഈ വില്ലേജിൽ ട്രീസിനെ കട്ട് ചെയ്യണമെങ്കിൽ അതായത് ഈ ട്രീസിനെ കട്ട് ചെയ്യാൻ പാടില്ല, ബിൻസോയ് വില്ലേജിലുള്ള ട്രീസിനെ കട്ട് ചെയ്യേണ്ടെന്ന് രാജാവ് ആ ഓർഡർ മാറ്റി വെക്കുന്നുണ്ടായി. അപ്പം അതാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മോഡേൺ ചിപ്കോ മൂവ്മെന്റ് ലീഡർ സുന്ദർലാൽ ബഹുഗുണ ഒരുപാട് എക്സാംസ് ചോദിക്കുന്നതാണ്. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെന്റിന്റെ നേതാവ്. അടുത്തതാണ് സൈലന്റ് വാലി മൂവ്മെന്റ്. ഇത് കേരളത്തിലാണ് നടന്നത്. അതായത് 1973 സംസ്ഥാന സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു. അതായത് കുന്തിപ്പുഴ റിവറിൽ ചുറ്റുമായിട്ട് ഒരു ഡാം നിർമ്മിക്കണം എന്നുള്ളൊരു ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം 1977 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് KFRI, അവിടെ ഈ പറയുന്ന കുന്തിപ്പുഴയിൽ അവിടെ ഏരിയയിൽ ഒരു ഇക്കോളജിക്കൽ സ്റ്റഡി നടത്തി. ആ ഏരിയയെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് ആ സ്റ്റഡിയിൽ നിന്ന് അവർ ഡിക്ലെയർ ചെയ്തു അതൊരു ബയോ റിസർവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉള്ളൊരു എൻഡേഞ്ചേർഡ് ആനിമൽസ് ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് ബയോ റിസർവ് ആയിട്ട് അവർ വെച്ചത്. എന്നിട്ട് 1978 ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു, അവർ ഈ ബയോ റിസർവ് ആക്കണം എന്നുള്ള പ്രൊജക്ടിനെ അപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് അവാർഡ് ഫോർ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻവയോൺമെന്റ് ആക്ടിവിറ്റീസിന് ഏറ്റവും വലിയ അവാർഡാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാർ. ഒരുപാട് എക്സാംസ് ചോദിച്ചതാണ്. ദ ബിഗ്ഗസ്റ്റ് അവാർഡ് ഫോർ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ, ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാർ. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു നർമ്മദ ബച്ചാവോ ആന്തോളൻ സ്പ്രെഡ് ചെയ്തത് അല്ലെങ്കിൽ കുറെ നേറ്റീവ് ട്രൈബിൽ ആദിവാസികൾ, കർഷകർ, കുറെ എൻവയോൺമെന്റലിസ്റ്റ്, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്ത അല്ലെങ്കിൽ നടത്തിയ ഇതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്തിനാന്ന് വെച്ചാൽ നർമ്മദ റിവറിന് ചുറ്റും കുറെ ലാർജ് ഡാം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രപ്പോസൽ ഉണ്ടായി. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് വന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ലീഡർ മേധ പട്കർ ആണ് ലീഡർ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ലീഗൽ ബാറ്റിൽ
against polluting industries in Agra. അത് മഹേഷ് ചന്ദ്ര മേത്ത, MC മേത്ത എന്ന് പറയും. MC മേത്തയാണ് ഈ ലീഗലി ഈ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടൊക്കെ ലീഗലി ഒരുപാട് ഫൈറ്റ് ചെയ്തൊരു അഡ്വക്കേറ്റ് ആയിരുന്നു MC മേത്ത. മെയിനായിട്ടും പറയുന്നത് ഈ ആഗ്രയിൽ താജ്മഹൽ ഇരിക്കുന്ന അവിടെ ഇൻഡസ്ട്രീസിലൊക്കെ ഈ വെള്ളത്തിൽ പൊല്യൂട്ടഡ് ആക്കുന്നു. അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ട് ലീഗലി ഫൈറ്റ് ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ് മഹേഷ് ചന്ദ്ര മേത്ത. MC മേത്ത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂമറസ് ലാൻഡ്മാർക്സ് ജഡ്ജ്മെന്റ് ഫ്രം സുപ്രീം കോടതി 1984 തൊട്ടിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ കേസുകൾ അയാൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് ലീഡ് ഫ്രീ പെട്രോൾ ടു ഇന്ത്യ. ലെഡ് ഫ്രീ പെട്രോൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പം ഗംഗയിലേക്ക് ഒരുപാട് ഇത് ഫൗൾ ചെയ്യത്തുമില്ല. അതുപോലെ തന്നെ താജ്മഹൽ നമുക്ക് സംരക്ഷിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. 1984 MC മേത്ത ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എടുത്തിട്ട് താജ്മഹൽ അയാൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്കും അയാൾക്ക് മനസ്സിലായി താജ്മഹൽ വൈറ്റ് മാർബിൾസ് ആണ്, അത് യെല്ലോ കളറിലേക്ക് ആയി മാറി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊല്യൂട്ടൻസ്. ഈ താജ്മഹലിന് ചുറ്റും ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അവര് വേസ്റ്റ് ആയിട്ട് വരുന്ന പൊല്യൂട്ടൻസ് കാരണം താജ്മഹലിന്റെ കളർ യെല്ലോ ആയെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മേത്ത സുപ്രീം കോടതിയിൽ ഒരു എൻവയോൺമെന്റ് റിലേറ്റഡ് ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഇയർ മേത്ത എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗംഗ റിവറിൽ വിസിറ്റ് ചെയ്തു. ഗംഗ റിവർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹോളിയസ്റ്റ് റിവർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് ഡെയിലി അവിടെ കുളിക്കുന്നതും ദാഹത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇയർ അവിടെ ഗംഗ റിവറിൽ ഫയറിങ് സംഭവിച്ചു. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, ഈ റിവറിലേക്ക് ഇൻഡസ്ട്രിയിലുള്ള എഫ്ലുവൻസ് എല്ലാം വന്നിട്ട് ഗംഗയിലേക്ക് തീ പിടിച്ചു. അപ്പൊ അത് കാരണം കൊണ്ട് മേത്ത പിന്നെയും സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ഈ പൊല്യൂട്ടിങ് ഫാക്ടറീസിന് എഗൻസ്റ്റ് ആയിട്ട്. ആ ഒരു കേസ് ഭയങ്കരമായിട്ട് ബ്രോഡൻ ആയിട്ട് വന്നു. കാര്യം എല്ലാ ഇൻഡസ്ട്രീസിനും എല്ലാ മുനിസിപ്പാലിറ്റീസിനും റിവർ ബേസിൽ നടക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റീസിനും ഇൻഡസ്ട്രീസിനും ഒക്കെ ഒരു താക്കീത് പോലെയായിരുന്നു ആ ഒരു വിധി വന്നത്. അതുപോലെ തന്നെ MC മേത്തയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1991 സുപ്രീം കോടതി ഒരു ഡയറക്ഷൻസ് കൊടുത്തു. അതായത് എൻവയോൺമെന്റ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് ഒരു എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും യൂണിവേഴ്സിറ്റി UGCയിലൊക്കെ ഒരു കോഴ്സ് പോലെ പഠിപ്പിക്കണം, കമ്പൽസറി ആയിട്ട് പഠിക്കണം. കോളേജ് എഡ്യൂക്കേഷനിൽ കമ്പൽസറി ആയിട്ട് അത് വേണമെന്ന് സുപ്രീം കോടതി ഒരു വിധി വരേണ്ട ഒരു ഇൻഫ്ലുവൻസ് മേത്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കമ്പൽസറി ആയിട്ട് EVS പഠിക്കണം, കാര്യം നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് സംരക്ഷിക്കണം എന്നുള്ളൊരു വിധി സുപ്രീം കോടതി വിധിച്ചു ഈ മേത്തയുടെ പല കേസും കാരണമായിട്ട്. പിന്നെ ഏപ്രിൽ 16, 1996 സുപ്രീം കോടതി കംപ്രൈസിംഗ് ദി ജഡ്ജസ് കുൽദീപ് സിംഗ്, S. സഗീർ അഹമ്മദ് ഡയറക്ഷൻ കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ കൽക്കട്ട ചീഫ് ജസ്റ്റിസിന് ഹൈക്കോടതിയിൽ ഇപ്പം എൻവയോൺമെന്റ് റിലേറ്റഡ് പെറ്റീഷൻസ് ഒക്കെ, എൻവയോൺമെന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ പ്രത്യേക ഒരു ബെഞ്ച്, പ്രത്യേക ഒരു കോർട്ട് അത് ഹിയർ ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേക ഒരു സ്പെഷ്യൽ ബെഞ്ച് ഓഫ് ജഡ്ജസ് വേണം എന്നുള്ളൊരു ഇത് 1996 കൊണ്ടുവന്നു. അതാണ് ഫസ്റ്റ് ഗ്രീൻ ബെഞ്ച് എന്ന് അറിയപ്പെടുന്നത്. കൽക്കട്ടയിൽ വെച്ചാണ്. സെക്കൻഡ് ചെന്നൈയിൽ ഉണ്ടായിരുന്നു. ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യയിൽ പറയുന്നത് രാംദേവ് മിശ്രയാണ്. രാംദേവ് മിശ്ര. പിന്നെ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ്. എല്ലാ സബ്ജക്റ്റായിട്ട് ബന്ധമുണ്ട്. ബയോളജി, ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, എഞ്ചിനീയറിംഗ്, സോഷ്യോളജി. നമ്മൾ സോഷ്യലായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് വേണം പരിസ്ഥിതിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്. ആന്ത്രോപോളജി, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഫിലോസഫി, എല്ലാമായിട്ട് ബന്ധമുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെന്റ്.